ഹായ്. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളെല്ലാവരും കൂടെ ഒരു യാത്ര പോയി കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണുന്നത് ഷീബ ചേച്ചിയും എൻ്റെ അമ്മായിയെയും എന്നെയാണ് കേട്ടോ. പിന്നെ കൂടെയുള്ളത് ചേട്ടൻ, ഷീബ ചേച്ചിയുടെ ഹസ്ബൻഡ് പ്രസീൻ ചേട്ടനും, പിന്നെ അങ്കിളും, പിന്നെ മമ്മിയും ശശികല ആൻറ്റിയും എൻ്റെ ചേട്ടനുമാണ് പോയിരുന്നത്. അല്ല, വീട്ടിൽ നിന്ന് അമ്മയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും പേരാണ് കൊല്ലത്തേക്ക് പോയത്. ഇന്നത്തെ വീഡിയോ എടുപ്പ് മുഴുവൻ എൻ്റെ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൊല്ലത്തേക്ക് പോകുന്നതെന്ന് വെച്ചാൽ മണിയങ്കിളിൻ്റെ അമ്മയെ ഒന്ന് നോക്കി പോകാനായിട്ടാണ്. അപ്പോൾ അങ്കിളുടെ ഫാമിലിയൊക്കെ കൊല്ലത്താണ് താമസിക്കുന്നത്. അമ്മയ്ക്ക് സുഖമില്ലാതെ ഇപ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടെ ഒന്ന് നോക്കി പോകാമെന്ന് കരുതി. അപ്പോൾ ഇത്രയും പേരല്ല ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തർ പറഞ്ഞു വന്നപ്പോഴത്തേന് 10-12 പേരുണ്ടായിരുന്നു. പക്ഷേ ഈ വണ്ടിക്കകത്ത് കൊള്ളാൻ പറ്റുന്നവരല്ലേ കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ചേട്ടൻ്റെ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനോട് പറഞ്ഞു ഇപ്പോൾ നമുക്കിന്ന് കൊല്ലം വരെ പോകണം എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ഓട്ടോ ഒക്കെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾക്കൊപ്പം വന്നതാണ്. രാവിലെ ഒരു 10:30 മണിക്കാണ് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും പൂവാറെന്നാണ് ഞങ്ങൾ യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാവിലെ എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ കഴിച്ചു. ഉച്ചയ്ക്കുള്ളത് പുറത്തുനിന്ന് കഴിക്കാം എന്ന ഒരു തീരുമാനത്തിലാണ് എല്ലാവരും പോകുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കൊല്ലത്ത് അങ്കിളിൻ്റെ കുടുംബ വീട്ടിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അനിയൻ്റെ കൂടെയാണ് ഇപ്പോൾ അമ്മാമ്മ താമസിക്കുന്നത്, അങ്കിളിൻ്റെ അനിയൻ്റെ കൂടെ. അപ്പോൾ മുമ്പ് കുറച്ച് നാൾ അങ്കിള് ഇവിടെ കൊണ്ട് നിർത്തിയിരുന്നു, ഇവിടെ പോവാറ് അങ്കിളിൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയിരുന്നു. പിന്നെ അതിനുശേഷം മമ്മിക്ക് വയ്യാതായതിന് ശേഷം പിന്നെ തിരിച്ച് അങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ മമ്മിക്ക് വയ്യാതിരിക്കുമ്പോഴത്തേക്കും നോക്കാനും ആഹാരം വയ്ക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെയും തിരിച്ച് അനിയൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അവർ നല്ല രീതിയിലൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പോൾ സുഖമില്ലാത്തത് കാരണമാണ് ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടെ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 8 അംഗ സംഘം അങ്ങനെ കളിയും ചിരിയും ഓരോരോ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ കുറച്ച് രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സ്ഥലത്ത് മഴ പെയ്യും, പിന്നെ അടുത്ത് കുറച്ച് കഴിയുമ്പോൾ വെയിലാണ്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യും. അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ. ഇതാ ഇപ്പോൾ കാണുന്ന ഈ ബിൽഡിങ് മാൾ ഓഫ് ട്രാവൻകൂറിൻ്റെ ബിൽഡിങ്ങാണ് കേട്ടോ, ട്രിവാൻഡ്രത്തുള്ളത്. അപ്പോൾ അവിടെയൊക്കെ നമ്മളിങ്ങനെ ആൻറ്റിക്കൊക്കെ പറഞ്ഞു കൊടുത്തതാണ് മാൾ ഓഫ് ട്രാവൻകൂർ. അടുത്തുള്ള കാണുന്ന കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ ആൻറ്റിമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കും. അവരൊക്കെ അധികമൊന്നും സിറ്റിയിലോട്ടൊക്കെ അങ്ങനെ വരത്തില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ഓരോ ഷോപ്പുകൾ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് കാണിച്ചൊക്കെ കൊടുത്താണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ സ്വന്തം ലുലു മോൾ. അപ്പോൾ ഇതും ആൻറ്റിക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, മക്കളെ ഇതുവരെയും ഇവിടെ പോയിട്ടില്ല മക്കളെ, ഒരുപാട് പേര് വന്ന് ഇവിടെ കാണാൻ കൊള്ളാം അല്ലെങ്കിൽ നമ്മൾ പോയി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട് മക്കളിവിടെ പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു, നിങ്ങളൊക്കെ ഒരു ദിവസം പോകാൻ ആഗ്രഹിക്കുമ്പോൾ വിളിച്ച് പറയുക, അപ്പോൾ അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോവാം എന്ന രീതിക്ക് ചേട്ടനും പ്രസന്ന ചേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് യാത്ര തിരിക്കുകയാണ്. കുറച്ച് ദൂരം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രസന്ന ചേട്ടന് ഒന്ന് വയ്യാതായി, BP ഒക്കെ കൂടി, ഗ്യാസും വന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഗുളിക വാങ്ങാൻ വേണ്ടി, BPയുടെ ഗുളിക വാങ്ങാൻ വേണ്ടി മെഡിക്കൽ സ്റ്റോർ നോക്കിയുള്ള ഓട്ടോ ആയിരുന്നു. പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു മെഡിക്കൽ സ്റ്റോറും തുറന്നിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്നറിയില്ല, മെഡിക്കൽ സ്റ്റോറൊക്കെ ഓപ്പൺ ആകേണ്ടതാണ്. പക്ഷേ എന്നിരുന്നാലും ചിലപ്പോൾ ഹോസ്പിറ്റലൊന്നും തൊട്ടടുത്തില്ലാത്തത് കാരണമായിരിക്കും ഞങ്ങൾ പോകുന്ന വഴികളിലൊന്നും ഒരു മെഡിക്കൽ സ്റ്റോറും തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു മെഡിക്കൽ ഷോപ്പ് കണ്ടുപിടിച്ചു. ഗ്യാസിൻ്റെ ഗുളികയും BPയുടെ ഗുളികയൊക്കെ വാങ്ങിച്ച് കഴിച്ച് കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെയും ഞങ്ങൾ യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത്. ആറ്റിങ്ങലൊക്കെ കഴിഞ്ഞ് കുറേ ദൂരം പിന്നിട്ടപ്പോഴത്തേക്കും അപ്പോൾ ഞങ്ങൾ ഇനി ഫുഡ് കഴിച്ചിട്ട് യാത്ര ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തി ഫുഡ് കഴിക്കാൻ കരുതി. ഞങ്ങൾ കയറുന്ന സമയത്ത് ഇച്ചിരി മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഞാനും ചേച്ചിയും കൂടെ പറഞ്ഞുകൊണ്ടാണ് കയറി, അയ്യോ കുടയൊന്നും എടുത്തുകൊണ്ട് വന്നില്ല, കാറിലായതുകൊണ്ട് കുടയൊന്നും കൊണ്ടുവരാതെയാണ് വന്നത്, ഇനി തിരിച്ച് കയറുമ്പോൾ നനഞ്ഞ് കുളിച്ച് കയറേണ്ടി വരുമോയെന്ന്. ഞങ്ങളവിടെ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്തും പുറത്ത് നല്ല മഴയും വെയിലും ആയിരുന്നു. അൽഹാജ എന്ന റെസ്റ്റോറൻറ്റിലായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റ് നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങളും കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ശേഷമാണ് സീറ്റൊക്കെ കിട്ടിയത്. അപ്പോൾ ഞങ്ങളുടെ ഇരുന്നപ്പോഴും അവിടെ പുറത്ത് ഒത്തിരി ഫാമിലീസൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണല്ലോ ഞായറാഴ്ച ദിവസം ഒത്തിരി തിരക്ക് കൂടുതലായിരിക്കും. യാത്ര ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ളവരാണെങ്കിലും പുറത്തുനിന്നൊന്ന് ഭക്ഷണം കഴിക്കാം, ഇന്ന് വെളിയിൽ നിന്നാക്കാം എന്നൊക്കെ കരുതിയായിരിക്കുമല്ലോ ഞായറാഴ്ച ദിവസം എല്ലാവരും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആഹാരമൊക്കെ കഴിച്ചു. ഞങ്ങൾ ഊണാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് അവിടുത്തെ ആഹാരം പറ്റുമോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി. അപ്പോൾ ഒരു സേഫ്റ്റി ആയിട്ട് നമ്മൾ ഊണ് പറയാം എന്ന രീതിക്ക്. അല്ലെങ്കിൽ മീനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഊണ് മാത്രം തന്നെ വാങ്ങിയിട്ടുണ്ട്. ചേട്ടൻ മാത്രം ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഊണൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു.
വേറെ ഒരു ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ മീനായിട്ട് കഴിക്കുന്നത് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് മീനോ അല്ലെങ്കിൽ ചിക്കനോ ഒന്നും വാങ്ങാതിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അവിടെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ നിന്നതിന് ശേഷം വീണ്ടും യാത്ര തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഇത്തിരി ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. കാരണം അവിടെയൊക്കെ റോഡ് പണിയാണല്ലോ ഇപ്പോൾ. അപ്പോൾ എന്തായാലും അവിടെ ബ്ലോക്കും തിരക്കും ഒക്കെ കാണുമെന്ന് വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ സൈഡിൽ കൂടെയും തിരിച്ചൊക്കെ വിടുന്നുണ്ട്. ആ സൈഡിൽ കൂടെ പോയില്ല, ഈ സൈഡിൽ കൂടെ പോയില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കാറുണ്ടായിരുന്നു. കാര്യം ഞങ്ങളുടെ പ്രശസ്ത സിനിമാ താരം സലിംകുമാർ അന്തരിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു. അപ്പോൾ അതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതിൻ്റെ ഇതൊക്കെ ന്യൂസൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ഒത്തിരി വിഷമം തോന്നി കേട്ടോ. സലിംകുമാറിൻ്റെ കോമഡികൾ ഇഷ്ടപ്പെടാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല. കാരണം ഒരുപാട് ചിരിപ്പിക്കുകയും അതുപോലെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് കോമഡിയൊക്കെ. കാരണം ഒരുപാട് പഴയ പടങ്ങളിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ, ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ. കാരണം ആ സ്പോട്ടിലാണ് സലിമേട്ടൻ ആ ഒരു ഡയലോഗ് പറയുന്നത്, അല്ലെങ്കിൽ ആ സ്പോട്ടിലാണ് ഈ ഒരു തമാശ ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുന്നത് കേട്ടു. അദ്ദേഹത്തിൻ്റെ കഴിവ് അപാരം തന്നെയാണ്. അപ്പോൾ ഓരോ പടത്തിലും അയാൾ ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അതൊക്കെ നമുക്ക് ഓർത്തെടുക്കുമ്പം തന്നെ മനസ്സിൽ ചിരിയും ഇതാണ് നമുക്ക് വരുന്നത്, ഒരു സന്തോഷവും. അപ്പോൾ ഇയാൾ സുഖമില്ലാതെ കിടന്ന സമയത്ത് തന്നെ എന്തുമാത്രം ആൾക്കാരാണ് അയാളെ മോശം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ പാർട്ടി ഏതോ ആയിക്കോട്ടെ, അയാളെ രാഷ്ട്രീയപരമായിട്ട് അയാളെ ചിന്തിക്കുന്നത് എന്തോ അതൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ഒരു മനുഷ്യനെന്ന പരിഗണന പോലും കൊടുക്കാതെ അയാൾ മരിക്കുന്നതാണ് നല്ലത്, മരിച്ചത് എന്ത് വേണ്ട എന്ത് തോന്നിയ ദിവസവും ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ചടങ്ങിൻ്റെ സമയത്തും അതുപോലെ തന്നെയാണ്. മകൻ അവരോടൊക്കെ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ഈ ഫോണും കുത്തിപ്പിടിച്ച് പൊക്കിപ്പിടിച്ച് അവർക്കൊരു സ്വാതന്ത്ര്യവും കൊടുക്കാതെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ആളുകളോട് പെരുമാറുന്നത്? അവർക്കൊരു പ്രൈവസി കൊടുക്കണ്ടേ? അവരുടെ ഫാമിലിയായിട്ട് അവർക്കൊന്ന് ഒന്ന് പൊട്ടിക്കരയാനെങ്കിലും അവർക്കൊരു അവസരം കൊടുക്കണ്ടേ? അവരുടെ വിഷമങ്ങൾ അവർക്ക് കരഞ്ഞു തീർക്കാനല്ലാതെ വേറെ എന്താണ് അവർക്ക് ചെയ്യാൻ കഴിയുക? അപ്പോൾ ഈ മരണത്തിന് ദിലീപ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിലീപിൻ്റെ അടുത്ത് ചെന്ന് ഞാനൊരു സെൽഫി എടുത്തോട്ടെ എന്നും പറഞ്ഞ് സെൽഫി എടുക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത്രയും വിവരമില്ലാത്ത ആൾക്കാരായി പോയല്ലോ. അവിടെ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമോ അല്ല അവിടെ നടക്കുന്നത്. ദിലീപ് ഒരു ഉദ്ഘാടനത്തിന് വന്ന് നിൽക്കുകയല്ല അവിടെ അയാളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട ആരോ എന്തോ എങ്ങനെയോ ആയിക്കോട്ടെ, ആരോ ഉറ്റ സുഹൃത്തുക്കളാണ്. അവരുടെ അടുത്ത് വന്ന് നിന്ന് സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കുന്ന വിവരം കെട്ട ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല ഒരു മരണത്തിന് വന്ന് നിന്നിട്ട്. ലാസ്റ്റ് സഹി കെട്ടാണ് ചന്തു അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇടിച്ചു കയറി വരുന്നത് എന്ന് ചോദിച്ചാൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. കാരണം അവനത് ചോദിക്കേണ്ടത് തന്നെയാണ്. മരിച്ചു കിടക്കുന്നത് അവൻ്റെ അച്ഛനാണ് മരിച്ചു കിടക്കുന്നത്, അല്ലാതെ വേറെ ആരുമല്ല അവിടെ കിടക്കുന്നത്. അവർക്കൊക്കെ വിഷമോ വേദനയോ ഒന്നുമല്ല. അവർക്ക് ഫോണിൽ ഒന്ന് റീച്ച് കിട്ടും, അല്ലെങ്കിൽ അതിൽ ഡോളർ കിട്ടും. അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ അവരുടെ വേദനകൾ അറിഞ്ഞോ അല്ലെങ്കിൽ അതറിഞ്ഞ് പെരുമാറിയിരുന്നെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഒന്നും തന്നെ അവിടെ കയറാൻ തന്നെ പാടില്ലായിരുന്നു. അവിടെ കയറ്റിയതാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സലീമേട്ടൻ്റെ വേർപാട് മലയാള സിനിമയ്ക്ക് ഒരു തീരാനഷ്ടം തന്നെയാണ്. അപ്പോൾ ഒത്തിരി പേര് നമ്മൾ കുഞ്ഞുനാളിൽ മുതലേ കണ്ട് വളർന്ന ഒത്തിരി പേര് ഇപ്പോൾ നമ്മെ വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ചിന്തിക്കുമ്പോൾ അവർ നൽകിയിട്ടുള്ള സിനിമകളൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കിപ്പോഴും കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. അവർ മരിച്ചെന്ന് പോലും നമുക്ക് തോന്നാറില്ല. ആ സിനിമാ നടന്മാർക്കുള്ള ഏറ്റവും വലിയ ഒരു ഇത് തന്നെയാണ്, അതൊരു അനുഗ്രഹം തന്നെയാണ്. നമ്മൾ സിനിമയിലൂടെ അവർ മരിച്ച ശേഷവും വർഷങ്ങൾ കഴിഞ്ഞാലും അവർ ജീവിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അതിൻ്റെ ഇടയിൽ എനിക്ക് ഈ കാര്യം കൂടെ പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇടയ്ക്ക് വെച്ചൊന്ന് വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്ലോക്കും പണിയൊക്കെ ആയതുകൊണ്ട് ഈ ഇടയ്ക്കൊക്കെ ഒന്ന് വഴിയൊക്കെ തിരിച്ച് വിടുകയല്ലേ. അപ്പോൾ അതിൻ്റെ പേരിൽ വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് വീണ്ടും ഞങ്ങൾ നേരെ വന്നിട്ടുണ്ട്, നല്ല കറക്റ്റായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നല്ല രീതിയിൽ നല്ല ശക്തമായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര മഴയൊക്കെ കൂടെ ആയപ്പോഴത്തേക്ക് ഒരു ചമ്മലായിപ്പോയി. എന്തോ യാത്ര ചെയ്തത് ഒരു സുഖമില്ലേ എന്നൊരു തോന്നൽ. എന്നാലും കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്കിടയ്ക്ക് മഴയില്ല, അങ്ങനത്തെ ഒരു ഇതായി. ഒരു 3 മണി കഴിഞ്ഞപ്പോഴായിരിക്കും ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മാമ്മയുടെ അടുത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോയപ്പോൾ അമ്മാമ്മ കിടക്കുകയാണ്, ഇങ്ങനെ ഉറക്കത്തിലായിരുന്നു. പിന്നെ ഞങ്ങൾ ചെന്ന് വിളിച്ചുണർത്തി കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഒരു 2-3 പാട്ടൊക്കെ പാടിത്തന്നു. ഇപ്പോഴും പാട്ട് കേൾക്കുന്ന ഒരു കുറവില്ല കേട്ടോ. അമ്മാമ്മയുടെ വീഡിയോ ഒന്നും ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല, അമ്മാമ്മ വയ്യാതെ കിടക്കുകയല്ലേ. അപ്പോൾ
അവർ സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട് ഞാൻ അവരെ വീഡിയോ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അമ്മമ്മ ഹാപ്പിയാണ്, എല്ലാവരെയും കണ്ടതിൽ അമ്മമ്മ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ 5:30 കഴിഞ്ഞു ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഇറങ്ങിയിട്ട് നേരെ പോയത് അങ്ങയുടെ സഹോദരൻ്റെ വീട്ടിലേക്കാണ്. അത് ഇച്ചിരി ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ അവിടെയും കൂടെ പോയിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ എവിടെ നിന്ന് നേരെ പോയത് അവിടേക്കാണ്. അവിടെ ചെന്നപ്പോൾ ഭയങ്കര മഴ, ഇറങ്ങാൻ പറ്റാത്ത രീതിക്ക് മഴ. ഞങ്ങൾ 2 പ്രാവശ്യം ഇറങ്ങിയപ്പോഴും ഭയങ്കര മഴയായിരുന്നു. പിന്നെ വെയിറ്റ് ചെയ്തു മഴയൊന്ന് തോരുന്നവരെ. എന്നാലും മഴ ചെറുതായിട്ടൊന്ന് തോർന്നു വന്നപ്പോൾ ഓടി തന്നെ നമ്മൾ കാറിൽ കയറി, കാറിൽ നിന്ന് എടുത്തതിന് ശേഷം ഭയങ്കര മഴയായിരുന്നു, ശക്തമായിട്ടുള്ള മഴ. അങ്ങനെ മഴയത്താണ് ഞങ്ങളുടെ ഈ വരവ്. അപ്പോൾ എല്ലാവരെയും കണ്ടു, എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ കണ്ടു. പിന്നെ ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കാത്തത്, അവരെല്ലാവരും വീട്ടിൽ നിൽക്കുന്ന വേഷത്തിലാണ് ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവർ നിൽക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ വീഡിയോ എടുത്തിട്ട് നമ്മളിത് ഇടുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും വീഡിയോ എടുത്തിടാത്തത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നല്ല, ഈ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇടുന്നതെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ ഒരു ഓർമ്മകളാണ്. അപ്പോൾ ഇത് നമ്മുടെ മൊബൈലിൽ കിടന്ന് അത് ഡിലീറ്റായി പോകുന്നതിനേക്കാളും നല്ലത് ഇവിടെ എടുത്ത് ഇടുമ്പോൾ, യൂട്യൂബിൽ ഇടുമ്പോൾ നമുക്ക് എത്ര വർഷം കഴിഞ്ഞ് വേണമെങ്കിലും നമുക്കിത് നോക്കുമ്പോൾ ആ പോയതിൻ്റെ യാത്രയായാലും ശരി, അവിടെ ചെന്ന് സംസാരിച്ചതും അതിൻ്റെയൊക്കെ നല്ല നല്ല ഓർമ്മകൾ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഓർമ്മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയുടെ ചാനലിൽ ഇടുന്നത് തന്നെ. അപ്പോൾ നിങ്ങളാരെയും ഞാൻ കാണാനായിട്ട് നിർബന്ധിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു ബ്ലോഗ്. അപ്പോൾ ഓക്കെ, ബൈ.